ഹലോ, അപ്പോൾ ഇന്നും നമുക്കൊരു ട്രാവലിംഗ് വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കൽബാബാണ്, ഒരു ഹാങ്ങിങ് ഗാർഡനിലേക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നമുക്കിങ്ങനെ കൽബയിലേക്ക് പോകാൻ നാളെ, അപ്പോൾ വായു എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, നമുക്ക് എല്ലാവർക്കും കൂടി കൽബയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേച്ചിയും ഫാമിലിയും അവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ നമ്മൾ ഇടയ്ക്ക് വെച്ച് ജോയിൻ ആവും കേട്ടോ. അപ്പോൾ നല്ല മരുഭൂമിയുടെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചുറ്റുഭാഗം നല്ല അടിപൊളി മലകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള മലകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. വ്യൂ അടിപൊളിയാണ്. നമുക്ക് ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ട് തോന്നുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇവിടുത്തെ റോഡാകുമ്പോൾ അത്ര അറിയില്ലല്ലോ ട്രാവലിംഗ്. കാരണം റോഡ് സ്മൂത്തായ കാരണം നമുക്ക് ട്രാവലിംഗ് അത്ര തോന്നില്ല. പക്ഷേ അത്രയും ട്രാവലിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് വണ്ടി സൈഡാക്കിയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം ചേച്ചിയാണ് വരുന്നത്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ ചേച്ചീനെ. അപ്പോൾ ചേച്ചിയും പിന്നെ വേറെ 2-3 ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് വണ്ടി സൈഡാക്കിയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാം. കാരണം അത്രയും ട്രാവലിംഗ് ചെയ്ത കാരണം വണ്ടി ഓടിക്കുന്നതല്ലേ, അവർക്ക് കുറച്ച് ക്ഷീണം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് ഒന്ന് റീഫ്രഷ്മെൻറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര ആരംഭിച്ചത്. നല്ല അടിപൊളിയായിട്ടുള്ള ഫോട്ടോസൊക്കെ വേണമെങ്കിൽ എടുക്കാം. നല്ല വ്യൂ ഉണ്ട് കേട്ടോ. അതെനിക്ക് പോണ വഴിക്കൊക്കെ നല്ല സൂപ്പറാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് കൽബയിലേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണാം, കൽബയിലേക്കുള്ള ട്രാഫിക്കാണ് കാണുന്നത് കേട്ടോ. അത്രയും ട്രാഫിക് ഉണ്ട് കൽബയിലേക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വണ്ടിയുടെ അവിടെ ഒരു സൈഡിലാക്കിയിട്ട് വണ്ടി ഒതുക്കിയിട്ട് പിന്നെ നമ്മളങ്ങോട്ട് നടന്നു പോവുകയാണ് ചെയ്തു കേട്ടോ. അപ്പോൾ ചുമണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് ഇനി നമ്മൾ നടക്കാനുണ്ട് കേട്ടോ. കുറച്ച് ദൂരം നടക്കാനുണ്ട്. കാരണം അവിടേക്ക് വണ്ടി പോവും, പക്ഷേ നമുക്ക് പാർക്കിംഗ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടന്നു പോവുകയാണ് ചെയ്തത്. കുറച്ച് നേരം നടന്നിട്ട് നിങ്ങൾക്ക് കാണാം താഴേക്ക് ഒരു വ്യൂ കാണുന്നത്. അതാണ് ഈ കൽബ എന്ന് പറയുന്നത് കേട്ടോ. പേഴ്സണലി എനിക്കത്ര വലിയൊരു, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു വീഡിയോ കണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോയത്. പക്ഷെ അത്രയ്ക്കൊന്നും എനിക്കങ്ങനെ തോന്നിയില്ല കേട്ടോ. കാരണം അവിടെ വികസനം വരുന്നതേ ഉള്ളൂ. പക്ഷെ ഇനി നന്നായിരിക്കും. കാരണം ചെറിയൊരു എന്താ പറയുക, ഒരു ഡെസ്റ്റിനേഷൻ സ്പോട്ട് പോലെ തോന്നി. നമുക്കൊന്ന് റിഫ്രഷ്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് നേരം പോയിരിക്കാം. നല്ല വ്യൂ ഉണ്ട്. നല്ല ഫ്ലവേഴ്സൊക്കെ വെച്ച് അവർ അടിപൊളിയാക്കിയിട്ട് കൽബ ചെയ്തിട്ടുണ്ട്. നമ്മളെ ബോഗൻവില്ലൊക്കെ ഇല്ലേ, അതൊക്കെയാണ് കൂടുതൽ വെച്ചിരിക്കുന്നത്. നല്ല പച്ചപ്പും ഹരിതാഭയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഫോട്ടോസിനൊക്കെ അടിപൊളിയാണ്. ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി കാലിൻ്റെ പണി തീരും കേട്ടോ. കാരണം അത്രയും ഇറങ്ങി താഴേക്ക് പോകണം നമ്മൾ. അവിടെ ഒരു എൻട്രി ഫീ എന്ന് പറയുന്നത് ഒരാൾക്ക് 5 ദിർഹംസ് വെച്ചിട്ടാണ് എൻട്രി ഫീ ഉള്ളത് കേട്ടോ. അതത്ര വലിയ കൂടുതലൊന്നും ആയിട്ട് തോന്നിയില്ല. അങ്ങനെ നമ്മൾ ഇതേ ഇറങ്ങി താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. നല്ല നടക്കാനുണ്ട് കേട്ടോ താഴേക്ക്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി താഴേക്ക് ഇങ്ങനെ വന്നാണ്. നമ്മൾ അത്യാവശ്യം കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. അങ്ങനെ എന്താ പറയുക, കുറച്ച് നേരം അവിടെ ഇരിക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് കൽബയുടെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആണ്. ഇങ്ങനെ നമ്മൾ ചുറ്റു സൈഡും മലയാണ് കേട്ടോ. അതിൻ്റെ നടുവിലാണ് ഈ കൽബ. പിന്നെ കുട്ടികൾക്കുള്ള പ്ലേയിങ് ഏരിയ ഉണ്ട്. പിള്ളേർക്കാണെങ്കിൽ കുറച്ച് നേരം എന്താ പറയുക, കളിക്കാനും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാതെ വലിയൊരു സംഭവമായിട്ട് എന്നാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് കൽബ എന്ന് പറയുന്നത്. അപ്പം നമ്മളെല്ലാവരും ഇതേപോലെ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഇരിക്കാം. അങ്ങനെ തന്നെ നമ്മൾ വിചാരിച്ചുള്ളൂ. കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് ചിരികളി കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. അവിടെ അങ്ങനെ വെള്ളച്ചാട്ടം നമുക്ക് കാണാം, ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, അവിടെ ചെന്ന് കുറച്ച് ചായയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കുടിച്ചു. അതൊക്കെ രസമല്ലേ. അപ്പോൾ ഇതിൻ്റെ നൈറ്റ് വ്യൂ കുറച്ചുകൂടി ഭംഗിയിട്ടാണ് കാണാം. അങ്ങനെ വരുന്നത് ഇപ്പോൾ ഏകദേശം സന്ധ്യ മയങ്ങിയിരിക്കുന്നു. അങ്ങനെ വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കാണാനും. അപ്പോൾ നമ്മളെല്ലാവരും കൂടി കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചു. നമ്മളൊരു 4-5 ഫാമിലീസ് ഉണ്ടായിരുന്നു. ചേച്ചി ഫാമിലി, പിന്നെ ചേച്ചി ഫ്രണ്ട്സിൻ്റെ ഫാമിലി, അങ്ങനെ നമ്മൾ പോയത് കേട്ടോ. കണ്ടോ, നൈറ്റ് വ്യൂ ആണിത്. അത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടി വരികയാണ്. അതൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പം നമ്മൾ അധികമൊന്നും അവിടെ ഇരുന്നില്ല. കുറച്ചൊരു 1.5 മണിക്കൂറോളം ഇരുന്നു. കുറച്ച് നേരം സംസാരിച്ചു, ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അങ്ങനെ എൻജോയ്മെൻറ്റ് ചെയ്തു. പിന്നെ നമ്മൾ തിരിച്ചു പോരുകയാണ് അവിടെ ചെയ്തത്. കാരണം പ്രത്യേകിച്ച് അവിടെ വേറെ ഒന്നും ഇല്ല. പിന്നെ ബോട്ടിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ രാത്രിയായ കാരണം പിന്നെ അങ്ങോട്ടൊന്നും പോയില്ല. ആകെ ടയേർഡായ കാരണം പിന്നെ നമ്മൾ തിരിച്ചു പോരുക കേട്ടോ ചെയ്തത്. ബോട്ടിങ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കൽബയിൽ. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോരുക ചെയ്തത്. വീട്ടിലേക്ക് പോരുമ്പോൾ ഈ പറഞ്ഞ പോലെ വണ്ടി സൈഡാക്കിയിട്ട് കുറച്ച് നേരമൊക്കെ നമ്മളൊന്ന് റിലാക്സ് ചെയ്തിട്ടാണ് വീണ്ടും ട്രാവലിംഗ് ചെയ്തിട്ടോ. കാരണം വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് വരുന്ന വഴിക്ക് നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഷവർമ ഷോപ്പിൽ നിന്ന് നമ്മൾ ഷവർമയാണ് മേടിച്ചത് കേട്ടോ. കാരണം രാത്രിക്കുള്ള ഫുഡ് ഞങ്ങൾ അങ്ങനെയാണ് മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കാം കേട്ടോ. വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് ആസ്വദിച്ച് കഴിക്കാമല്ലോ. അപ്പോൾ നമ്മൾ ഷവർമയും ഫലാഫിൽ പറഞ്ഞ സംഭവം അതാണ് മേടിച്ചത്. വീട്ടിൽ പോയിട്ട് കട്ടൻ ചായ ഒക്കെ അടിച്ചിട്ട് നമ്മൾ കട്ടൻ ചായയുടെ കൂടെ കഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ട്രാവലിംഗ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇതാണ് ഫലാഫിൽ കേട്ടോ. അടിപൊളി സംഭവമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് വിശ്വസിക്കുന്നു. വീണ്ടും ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും ബൈ.